നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അകന്നു മാറിയത്, ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്, അതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നല്ലപോലെ പ്രാർത്ഥിച്ചിരിക്കൂ. ആർക്കത് റെസനേറ്റ് ആവുമെന്നറിയില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രമേ എടുക്കാവൂ, അല്ലാത്തവർ വിട്ടുകളയണം കേട്ടോ. നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അകന്നു മാറിയത്? ഇപ്പോൾ അവരുടെ നിലവിലെ അവരുടെ അവസ്ഥ എന്താണ്? ബോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് സോഡ്സ് ആണ് കേട്ടോ. നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് അകന്നു മാറിയെന്ന് കണ്ടോ. ഇത് ലവേഴ്സാണ്. ലവേഴ്സ് കാർഡ് 5 ഓഫ് കപ്സ്, 6 ഓഫ് സോഡ് എൻ്റെ ഇത് ലവേഴ്സാണ്. അവരെന്തുകൊണ്ടാണ് അകന്നു മാറിയെന്ന് കാണിക്കാൻ. എന്തിലോ നിങ്ങൾ എന്തോ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. ആരിലോ അട്രാക്ഷൻ തോന്നിയിട്ടാണ് അവർ നിങ്ങളിൽ നിന്ന് അകന്നു മാറിയിരിക്കുന്നത്. ആരിലോ ഒരു സ്ത്രീയിലായിരിക്കാം എന്നാണ് കാണുന്നത്. സ്ത്രീ എന്നാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു സ്ത്രീയാണ് അവരിലാണ് ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ അവർ നിരാശയിലാണ്. 5 ഓഫ് കപ്സ് ആണ്. അതിന്ന് അവരുടെ ആ ഒരു സ്നേഹത്തിന്ന് ഒരു ചെറിയൊരു മനോഭാവത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു സോഡാണ് കണ്ടോ. 6 ഓഫ് സോഡ് പറയുമ്പോൾ അത് മൊത്തം ആ പോയ സ്ഥലം വിചാരിച്ച പോലെ ആയിരുന്നില്ല. അവരപ്പോൾ അവിടെ നിന്ന് മാറിപ്പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. ഒരു സമയത്ത് നല്ലതാണെന്ന് തോന്നി, നിങ്ങളെ നിന്ന് വിട്ടുപോയി. പക്ഷേ അവിടെ വലിയ ഇതില്ല. കാരണം ഇവർ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. എന്തോ ഒരു അട്രാക്ഷനിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ 5 ഓഫ് കപ്സ് അതാണ് പറയുന്നത്. നല്ല വിഷമമുണ്ട്. അപ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് വിട്ടുമാറാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് വാൺസ്, അതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിലേക്ക് ഇപ്പോൾ ഈ വ്യക്തിക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട് കേട്ടോ. എന്നിട്ട് പുതിയൊരു ജീവിതം ആകണം എന്നാണ് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. നേരത്തെ പോയി എന്നുള്ളത് ശരിയാണ്. അവർ എന്തോ ഒരു ആകർഷണം തോന്നിയിട്ടാണ് പോയിരിക്കുന്നത്. ഒരു വ്യക്തിയാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഒരു വ്യക്തിയിലാണ് ആകർഷണം തോന്നി പോയിരിക്കുന്നത്. പക്ഷേ വിചാരിച്ചു പോയ ആ സ്നേഹമൊന്നും അവിടെ കിട്ടിയില്ല. എന്തോ നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും വാക്തർക്കം കൊണ്ടോ എന്തെങ്കിലും കൊണ്ടായിരിക്കാം അവർ മാറിപ്പോയിരിക്കുന്നത്. ആ മാറിപ്പോയ സ്ഥലത്ത് അവിടെ നിരാശയാണ് കാണുന്നത്. അതാണ് 5 ഓഫ് കപ്സ് കാണിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് മാറി വരണമെന്നാണ്. പിന്നെ അവിടെ നിന്ന് തന്നെ അപ്പം തന്നെ അവർ മാറിയിട്ടുണ്ട് കണ്ടോ. നീങ്ങി പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു സണ്ണാണ്. പേജ് ഓഫ് പുതിയൊരു തുടക്കം, ഒരു ജീവിതത്തിലൊരു പുതിയ തുടക്കം വേണം. ക്യൂൻ ഓഫ് വാൺസ് പുതിയൊരു അഭിനിവേശം ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. പുതിയൊരു അഭിനിവേശത്തിൻ്റെ കാർഡാണ് ഈ വാൺസ് എന്ന് പറയുന്നത്. അത് അവർക്ക് പുതിയതായിട്ടൊന്ന് ഒരു ജീവിതത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരണം. അങ്ങനെയൊക്കെയാണ് ഈ വ്യക്തിക്ക് ഇപ്പം തോന്നുന്നത്. പുതിയ സണ്ണാണ് അവരുടെ മനസ്സിലൊക്കെ തോന്നുന്നത്. പുതിയ പേജ് ഓഫ് പെൻറ്റക്കിൾ. ഇനി അടുത്ത കാർഡ് നോക്കാം. അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാമോ? അവർ നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. കാരണം നിങ്ങളെ ചീറ്റ് ചെയ്തു പോയ വ്യക്തിയാണ്. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാലും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വന്നു കഴിഞ്ഞാൽ അവരാകെ അവിടെ നിന്ന് വന്നത് കൊണ്ട് ഒരു പേടിയായ അവസ്ഥയിലാണ് നിൽക്കുന്നത് കണ്ടോ. 8 ഓഫ് സോഡ്സ് പറയുന്നത് അതാണ്. കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസാണ് കാണിക്കുന്നത്.
പുതിയ കപ്പും കൊണ്ട് വരുന്നുണ്ട് അവർ. പിന്നെ ഒരു ഭയപ്പാടോടെ തന്നെ വരുന്നത്. കാരണം അവിടെ നിന്ന് വരുമ്പോൾ അവർക്ക് ഒരു പേടി ഉണ്ടെന്ന് തോന്നുന്നു. ആ തേർഡ് പാർട്ടിയിൽ നിന്ന് വരുമ്പോൾ അവർക്കൊരു ഭയത്തിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. കണ്ണ് കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. കിങ് ഓഫ് കപ്സ് ആ ഒരു സ്നേഹവുമായി നിങ്ങളിലേക്ക് വരണം തന്നെ ആഗ്രഹം. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് അതാ പറയുന്നത്, ഒരു സമൃദ്ധിയായിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം. അതിൽ നിന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കാമെന്നാണ് പറഞ്ഞത്. ഏസ് ഓഫ് വാൺസ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് കേട്ടോ. പുതിയൊരു അഭിനിവേശമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാമെന്നാണ് ഈ കാർഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇതിൽ നിന്ന് പറയുന്നത് ആർക്കാ റെസനേറ്റ് ആവുക എന്നറിയില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രമേ എടുക്കാവൂ കേട്ടോ. ഒരു പോയത് വിഷമിച്ച് നിങ്ങൾ എന്തോ ഒരു ആകർഷണം തോന്നിയിട്ടാണ് അവർ പോയിരിക്കണം കേട്ടോ. ഇത് ലവേഴ്സ് കാണിക്കുന്നത് അതാണ്. പോയപ്പോൾ ആ ഒരു ഇത് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അവരെന്തുകൊണ്ട് എന്തോ വിചാരിച്ചിട്ട് ഒരു മായാവലയത്തിൽപ്പെട്ട പോലെ ആയിരിക്കാൻ തോന്നി. അവിടുത്തെ അവരുടെ എന്തോ ഉണ്ടെന്നോ സൗന്ദര്യത്തിലോ ധനത്തിലോ എന്തിനോ മയങ്ങിയിട്ടാണ് പോയത്. പക്ഷേ അവിടെ പോയപ്പോൾ 5 ഓഫ് കപ്സാണ് കാണുന്നത്. നമുക്ക് കണ്ടോ, നിരാശയാണ്. അപ്പോൾ അവരവരുടെ സ്വന്തം ഇത് നഷ്ടപ്പെടുത്തിയിട്ട് പോയതപ്പോൾ ഒരു ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് മാറാമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ പുതിയ സണ്ണ് കാണിക്കുന്നത്. സൺ കാർഡാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇപ്പോൾ ഒരു സൺ കാർഡിന് പുതിയൊരു ഇത് വേണം, പുതിയൊരു ഇത് വേണമെന്നാണ് കേട്ടോ. ക്വീൻ ഓഫ് വാൺസ് പുതിയൊരു അഭിനിവേശത്തിൻ്റെ കാർഡാണ്. ആക്ഷൻ ആൻഡ് പുതിയൊരു ആക്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു പുതിയ തുടക്കം നിന്ന് ആവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇത് സണ്ണാണ് കാണിക്കുന്നത്. അവർക്കും അവരുടെ മനസ്സിലും ഒരു പുതിയൊരു ഇത് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് കാണിക്കുന്നത് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ഇതില്ല. കണ്ടോ, അവിടെ നിന്ന് വരുമ്പോഴും ഒരു കണ്ണ് കെട്ടിയ അവസ്ഥയാണ്. എന്തോ ഒരു പേടിയുണ്ട് അവിടെ. കാരണം അവരിൽ നിന്ന് എന്തെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്താണെന്നറിയില്ല. എന്താണ് ഈ കണ്ണ് കെട്ടിയ അവസ്ഥ എന്ന് നോക്കാം നമുക്ക്. ഇവർ വരുമ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുമ്പോൾ ഒരു കണ്ണ് കെട്ടിയ അവസ്ഥ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം കേട്ടോ. കണ്ണ് കെട്ടിയ അവസ്ഥയ്ക്ക് എന്തുകൊണ്ടാണ് അത് കാരണം? കണ്ണ് കെട്ടിയ അവസ്ഥയ്ക്ക് കാരണം 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് അതാണ്. വേറെയും ഒരുപാട് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അവർക്ക്. തേർഡ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ ഈ തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനും വേറെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഭയം, നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ഭയം തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടി അതാണ് ഈ കണ്ണ് കെട്ടിയ അവസ്ഥയുടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴും കണ്ണ് കെട്ടിയിരിക്കുക അവസ്ഥ എന്ന് നോക്കിയപ്പോഴാണ് ഈ 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നത്. 3 ഓഫ് പെൻറ്റക്കിൾസ് വന്ന് ആ തേർഡ് പാർട്ടി സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ വാച്ച് ചെയ്യുന്നുണ്ടാവും തോന്നുന്നു. അവിടെ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഇവർ പോയത് എന്തോ സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ച് പോയി. പക്ഷേ ഇവർക്കാണ് നഷ്ടം വന്നിരിക്കുന്നത്. ആ നഷ്ടം പക്ഷെ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ പുതിയൊരു തുടക്കം ജീവിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കിങ് ഓഫ് കപ്സൊക്കെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇവർക്ക് ഭയമാണ്. കണ്ടോ, ഭയത്തിൻ്റെ കാർഡാണ്. 8 ഓഫ് സോഡ് കാണിക്കുന്നത്. പേടിയാണ്. അവിടെ നിന്ന് വന്നാലും സമാധാനപരമായിട്ട് അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ വേറെ ആൾക്കാരുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസ് ഒരാളല്ല, തേർഡ് പാർട്ടിക്ക് സപ്പോർട്ട് വേറെ ആൾക്കാരുണ്ട്. വേറെയും ആളുള്ളത് കൊണ്ട് അവരെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ വ്യക്തിയെ. അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് ഭയമായിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. ആർക്കാണ് റെസനേറ്റ് ആവുകയെന്നറിയില്ല. റെസനേറ്റ് ആവുന്നവർ എടുക്കാവൂ കേട്ടോ. അല്ലാത്തവർ വിട്ടുകളയണം. പോസിറ്റീവായി തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.